MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇറാനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പറന്ന B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ എവിടെ? ദുരൂഹത പടരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വൻ നാശം വിതച്ച B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകളെ ചൊല്ലി വൻ വിവാദം. ഇറാനെ തെറ്റിദ്ധരിപ്പിക്കുവാനായി എതിർദിശയിലേക്ക് പറന്ന ബോംബറുകളിൽ ചിലത് US വ്യോമതാവളങ്ങളിൽ തിരിച്ചെത്തിയില്ലെന്നാണ് റിപ്പോർട്ട്. B2 ബോംബറുകൾക്ക് എന്തു പറ്റിയെന്ന് തല പുകയ്ക്കുകയാണ് യുദ്ധനിരീക്ഷകർ. ഒറ്റപ്പാലത്ത് 4ാം ക്ലാസ്സുകാരനെ കൊലപ്പെടുത്തി പിതാവ് മരിച്ച നിലയിൽ. ഒറ്റപ്പാലം മനുഷ്യരിയിൽ മകനെ കൊലപ്പെടുത്തി അച്ഛൻ തൂങ്ങി മരിച്ച നിലയിൽ. വരിക്കാശ്ശേരി മനയ്ക്ക് സമീപം താമസിക്കുന്ന കിരൺ, മകൻ കിഷൻ എന്നിവരാണ് മരിച്ചത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കിരൺ ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. രണ്ടുപേരെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കിരണിന്റെ ഭാര്യ 2 മാസങ്ങൾക്ക് മുൻപാണ് ആത്മഹത്യ ചെയ്തത്. അച്ഛനെ നെഞ്ചേറ്റി കാത്തിരിക്കുന്നവർക്കൊപ്പം ഞങ്ങളും. VSന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന മകൻ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി വന്നതായി റിപ്പോർട്ട്. അദ്ദേഹത്തിന്റെ മകൻ VA അരുൺകുമാർ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. അച്ഛന്റെ ഹൃദയമിടിപ്പും ശ്വാസവുമൊക്കെ സാധാരണ നിലയിലേക്ക് എത്തുകയാണ് എന്നും അച്ഛനെ നെഞ്ചേറ്റി കാത്തിരിക്കുന്നവർക്കൊപ്പം തങ്ങളും വലിയ വിശ്വാസത്തിലാണെന്നും അരുൺകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. മോദി സന്ദർശിക്കുന്ന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എവിടെയാണ് ഈ സുന്ദരമായ കരീബിയൻ ദ്വീപ് രാജ്യം? കൂടുതൽ അറിയാം. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരീബിയൻ രാജ്യത്തേക്കുള്ള തന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ളതും ചരിത്രപരവുമായ ബന്ധങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശനം പുതിയ ഉത്തേജനം നൽകും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. 101 കോടിയുടെ ബാങ്ക് തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്. അല്ലു അർജുന്റെ പിതാവിനെ ED ചോദ്യം ചെയ്തു. തെലുങ്ക് സിനിമാ നിർമ്മാതാവും നടൻ അല്ലു അർജുന്റെ പിതാവുമായ അല്ലു അരവിന്ദിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈദരാബാദിൽ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യൽ 3 മണിക്കൂറിലേറെ നീണ്ടു. രാമകൃഷ്ണ ഇലക്ട്രോണിക്സ്, രാമകൃഷ്ണ ടെലിട്രോണിക്സ് എന്നീ കമ്പനികളുമായി ബന്ധപ്പെട്ട 101.4 കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലായിരുന്നു ചോദ്യം ചെയ്യൽ. 2017-19 കാലത്താണ് സാമ്പത്തിക കുറ്റകൃത്യം നടന്നത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ പരാതിയെ തുടർന്നാണ് ED അന്വേഷണം ആരംഭിച്ചത്. രാമകൃഷ്ണ ഇലക്ട്രോണിക്സ്, രാമകൃഷ്ണ ടെലിട്രോണിക്സ് എന്നീ കമ്പനികൾ വായ്പയായി ലഭിച്ച ഫണ്ടുകൾ വഴിതിരിച്ചുവിട്ടെന്നും ദുരുപയോഗം ചെയ്തും എന്നുമായിരുന്നു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരാതി. ഇതിലെ അന്വേഷണത്തിന്റെ ഭാഗമായി കർണൂൽ, ഗാസിയാബാദ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ EDയുടെ ഹൈദരാബാദ് സോണൽ ഓഫീസ് റെയ്ഡുകൾ നടത്തി. അനുവദിച്ച വായ്പകൾ എതിർകക്ഷികൾ ക്രിമിനൽ ആവശ്യങ്ങൾക്കായി വഴിതിരിച്ചുവിട്ട് ബാങ്കിനെ വഞ്ചിച്ചു എന്നായിരുന്നു ആരോപണം. CMRLനെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തരുത്. ഷോൺ ജോർജിനെ പൂർണ്ണമായും വിലക്കി കോടതി. CMRL കമ്പനിക്കെതിരെ BJP നേതാവ് ഷോൺ ജോർജ് അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുന്നത് പൂർണ്ണമായും തടഞ്ഞ എറണാകുളം സബ് കോടതി. CMRL നൽകിയ ഹർജിയിലാണ് നടപടി. ഷോൺ ജോർജിനെതിരെ നേരത്തെ ഏർപ്പെടുത്തിയ വിലക്ക് സ്ഥിരപ്പെടുത്തിയാണ് സബ് കോടതി വെള്ളിയാഴ്ച അന്തിമ ഉത്തരവ് ഇറക്കിയത്. ആലപ്പുഴ തീരത്തെ കരിമണൽ ഖനനത്തിൽ CMRLന് നേരിട്ട് പങ്കില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കുവാൻ ഷോൺ ജോർജിനും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ CMRLന്റെ വിശ്വാസ്യത തകർക്കുന്ന നടപടികൾ പാടില്ല എന്നാണ് കോടതിയുടെ നിർദ്ദേശം. വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി നേരത്തെ ഇടക്കാല ഉത്തരവ് ഇറക്കിയിരുന്നു. ഷോൺ ജോർജിന്റെ ഭാഗം കേൾക്കാതെ CMRL ഹാജരാക്കിയ വിവരങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു അന്ന് കോടതി ഉത്തരവിറക്കിയിരുന്നത്. ഇപ്പോൾ ഷോൺ ജോർജിന്റെ ഭാഗം കൂടി കേട്ട ശേഷമാണ് കോടതി അന്തിമമായ വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. 25 കിലോ ഭാരം ചൊവ്വയിൽ നിന്നും വേർപെട്ട് ഭൂമിയിൽ പതിച്ച
ഉൽക്കാശില ലേലത്തിന് ആര് സ്വന്തമാക്കും? ചന്ദ്രഗ്രഹം പതിച്ചതിനെ തുടർന്നുണ്ടായ ആഘാതത്തിൽ ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്നും വേർപെട്ട് ഭൂമിയിൽ പതിച്ച ഉൽക്കാശില ലേലത്തിന്. ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ചൊവ്വയുടെ ഉൽക്കാശിലയാണ് ഇത്. ഈ മാസം അവസാനം ന്യൂയോർക്കിലാണ് ലേലം. NWA 16788 എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ അസാധാരണ ശിലയ്ക്ക് 24.67 കിലോഗ്രാം ഭാരമുണ്ട്. 2023 നവംബറിൽ നൈജറിലെ അഗാഡെസ് മേഖലയിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത്. ഏകദേശം $4 മില്യൺ വരെ മൂല്യം ഇതിന് കണക്കാക്കപ്പെടുന്നു. ആഴ്സണൽ മുൻ താരത്തിനെതിരെ ബലാത്സംഗ കേസ്. പരാതി നൽകിയത് 3 സ്ത്രീകൾ. ഇംഗ്ലീഷ് ക്ലബ് ആഴ്സണലിന്റെ മുൻ മധ്യനിര താരം തോമസ് പാർട്ടിക്കെതിരെ ബലാത്സംഗ കേസ്. 2021-22 കാലയളവിൽ 2 സ്ത്രീകളെ തോമസ് പാർട്ടി ബലാത്സംഗം ചെയ്തെന്നും 1 സ്ത്രീക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തി എന്നുമാണ് കേസ്. മെട്രോപൊളിറ്റൻ പോലീസാണ് പാർട്ടിക്കെതിരെ കുറ്റം ചുമത്തിയത്. 2022 ഫെബ്രുവരിയിലാണ് പോലീസ് ബലാത്സംഗ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചത്. പരാതിയുമായി മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് പിന്തുണ നൽകുമെന്നും കേസുമായി ബന്ധപ്പെട്ട് ആർക്കും വിവരങ്ങൾ കൈമാറാമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 5 താരം വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണം. അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും 2020 ഒക്ടോബറിലാണ് തോമസ് പാർട്ടി ആഴ്സണലിൽ ചേർന്നത്. 45.3 മില്യൺ പൌണ്ടിനാണ് താരത്തിന്റെ കൂടുമാറ്റം. പ്രീമിയർ ലീഗിൽ 130 മത്സരങ്ങൾ ആഴ്സണലിനായി കളിച്ച താരം 9 ഗോളുകളും നേടി. ചാമ്പ്യൻസ് ലീഗിൽ 12 തവണ ഗണ്ണേഴ്സിനായി കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ആഴ്സണലിനായി 35 മത്സരങ്ങളിൽ ബൂട്ട് കിട്ടി, 4 ഗോളും അടിച്ചു. 2ാം സ്ഥാനത്താണ് ആഴ്സണൽ പ്രീമിയർ ലീഗ് സീസൺ അവസാനിപ്പിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.